ഒരു ഗീതകം. ചേട്ടനാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങുന്ന ഇഷ്ടമല്ല. നീ പുറത്തോട്ട് ആര് കൊണ്ടുപോകും ചേട്ടാ, നീ എന്നെ സിനിമ എല്ലായിടത്തും കൊണ്ടുപോകും. പക്ഷെ ഒരു പാവ പോലെ പോവുക, തിരിച്ച പാവ പോലെ തിരിച്ചു വരിക. അങ്ങോട്ട് നോക്കാൻ പാടില്ല. അതെത്തി വയസ്സായ ആളെ ആയിരുന്നാൽ പോലും അതാരാ. പിന്നെ അന്നത്തെ ദിവസം ഇത് തന്നെയായിരിക്കും. പുള്ളിക്കാരനും ആരോടും സംസാരിക്കാറില്ല. അങ്ങനെയായി പുറത്തോട്. ഇത് അപേക്ഷിച്ച് ഇത് ജോലിക്ക് പോകില്ല. വീട്ടിലാരെയും വരുമോ അല്ലെങ്കിൽ അവളുടെ അടുത്ത് ആരെയും ഉണ്ടോ എന്നുള്ള ഒരു ഇതിൽ രാവിലെ പോകും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്ത് ഉച്ചയ്ക്കാവുമ്പോൾ ഒടുങ്ങി പോരും. എന്താ പോവാത്ത? പണിയില്ലായിരുന്നു. ഞാൻ തിരക്കുമ്പോൾ വിനോദ് ഉച്ചയ്ക്ക് എനിക്ക് വയ്യ എന്നും പറഞ്ഞ് വന്നു, ഭാര്യയ്ക്ക് വയ്യ എന്നും പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. ഇന്ന് കൂലിപ്പണിയാണ്, കൊത്തപ്പണിയാണ്. മേശരി ആയില്ല. അന്ന് തൊട്ടേ കയ്യാളിന് പോയി കൊടുത്ത് എന്നേ പഠിക്കായിരുന്നു. 6 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇവർ പോവില്ല. എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരിക, ആരെങ്കിലും ഉണ്ടോ നിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ള. അങ്ങനെയായി പട്ടിണിയായി. എങ്ങും പോകാനുള്ള ഒരിതില്ല. വീട്ടിൽ കയറി ചുമ്മാ കിടക്കുക, സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക. ഞാൻ പറയും ഒരു നേരമെങ്കിലും നിങ്ങൾ പോയി, നമുക്ക് 2 പേർക്കായാലും കഴിയണ്ടേ, നമുക്ക് വേറെ ആരും ഇല്ലല്ലോ, നിങ്ങൾ പോവുക. ഞാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അന്നൊന്നും ഫോണൊന്നുമില്ല. ഫോൺ എന്തെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ അപ്പം അടിച്ചു പൊട്ടിച്ചളയും. വേറെ കുഴപ്പം ദുശീലങ്ങളൊന്നുമില്ല. കുടിക്കൂല, അതൊന്നുമില്ല, ആരുടെ മിണ്ടൂല, വേറൊരു സ്ത്രീ ആയിട്ടും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇപ്പം എൻ്റെ സഹോദരനെ ഞാനിപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ ഒറ്റയ്ക്കാണ്. ചേട്ടൻ താമസിച്ച് വരുമെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ സഹോദരൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിൽ 2 മക്കളുണ്ട്. അപ്പം അവർ അങ്ങനെ വരത്തില്ല. എന്നിരുന്നാലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് തരാം. നമ്മൾ പൈസ കൊടുത്താൽ ചിലപ്പോൾ മേടിച്ചുകൊണ്ട് തരും. അങ്ങനെ അല്ലെങ്കിൽ പഴയ ഫോണോ അങ്ങനെ. ഈ പഴയ ചേട്ടന് മാത്രമേ എല്ലാം ആവാകൂ, എനിക്കായിക്കൂടാ. എനിക്കൊന്നെ എല്ലായിടത്തും നോക്കുക, അതിൽ എന്തെങ്കിലും റോങ് നമ്പർ ആയിരുന്നാലും അത് എൻ്റെ മണ്ടയെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അത് എടുത്ത് എറിയുക. എൻ്റെ അമ്മയുടെ കഷ്ടത കണ്ടതാണ്, എൻ്റെ അനിയത്തി മരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടതാണ്, എൻ്റെ അമ്മ വിഷമടിച്ചത് എന്തിനാണെന്ന് കണ്ടതാണ്. ഇതെല്ലാം കണ്ട ഒരു വ്യക്തിക്ക് നമുക്ക് താങ്ങായിട്ട് നിന്നൂടെ? അവർക്കൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അമ്മ എൻ്റെ അനിയത്തി മരിച്ച് 8-ൻ്റെ അന്ന് വിഷമടിച്ച്. ഈ പൊടി എൻ്റെ അനിയത്തിക്ക് ഒരു പൊടി കൊച്ചുണ്ട്, അതിൽ പോയാൽ 3 മാസം പ്രായം. എൻ്റെ കൊച്ചിന് 12 മാസം പ്രായം. മാഡം, ഈ 2 കുട്ടികളും എൻ്റെ കയ്യിൽ. എനിക്ക് എന്താണെന്നറിയില്ല. എൻ്റെ ഭർത്താവ് പറയാ നീ വാ നമുക്ക് പോവാം. ഞാൻ പറയും എൻ്റെ അമ്മ ഇട്ടിട്ട് വരില്ല. എൻ്റെ അമ്മ അത്രയ്ക്കും അത്യാവശ്യം ആ നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒന്ന് എണീക്കാനോ ഒരു ഓർമ്മ പോലും ഇല്ല. അത്രമാത്രം വീര്യമുള്ള വിഷം എന്നോട് പറയാതെ അപ്പോൾ ഞങ്ങളൊരു വാടകയ്ക്ക് വീട്ടിലാണ് താമസിക്കുക. എനിക്ക് എവള് ആത്മഹത്യ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ട് ഒരു പേടി. അപ്പം ഞങ്ങൾ വേറൊരു വാടക വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ എന്നോട് ആശുപത്രി പോകണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഈ കാഞ്ഞിരത്തിൻ്റെ പട്ട വെട്ടി അത് വേവിച്ച് അതിൻ്റെ ആവി പിടിച്ചിട്ട് ഇത് ആ കഷായം പോലെ അങ്ങ് കുടിച്ചു കളഞ്ഞു. എന്നിട്ട് എനിക്കും കൂടി കൊണ്ടുവരിക. എൻ്റെ അവസ്ഥകളൊക്കെ അപ്പോഴാണ് അറിയുന്നത്, എവള് മരിച്ചതിന് ശേഷം. ഞാൻ അതുവരെ എൻ്റെ അമ്മയെ അറിയിച്ചിട്ടില്ല, ഒന്നും അറിയിച്ചിട്ടില്ല. കാരണം എനിക്കത് ഇഷ്ടമില്ല. പിന്നെ ഞാൻ കൂടുതൽ ഞാനാണ് വഴക്കുണ്ടാക്കുക, അയാളൊന്നും മിണ്ടത്തില്ല. ഞാനാണ് പോയില്ലെങ്കിലൊക്കെ എൻ്റെ മനസ്സിലെ വിഷമം. കാരണം നാളത്തേക്ക് എന്താ, എൻ്റെ മകളുടെ കാര്യം എന്താ, ഇതൊക്കെ ഞാനാണ് കൂടുതലും അത് ഉൾക്കൊള്ളുന്നത്. അപ്പൊ എപ്പോഴും അമ്മയായിട്ട് അയാളൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. സൂര്യ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, സൂര്യ പറഞ്ഞു അമ്മമ്മയും സൂര്യയും മകളുമായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭർത്താവ് വരുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ടൊരു പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ഉപദ്രവിക്കും. ഇതിനു മുമ്പും പറഞ്ഞു, അച്ഛൻ ആത്മഹത്യ ചെയ്തോ, നിങ്ങൾ പെൺകുട്ടികളുണ്ട്, അമ്മമ്മയുണ്ട്, 4 പേരുണ്ട് ആ വീട്ടില്. ആ സമയത്തും നിങ്ങളുടെ ഭയം നാട്ടുകാരൊന്നും ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടെയാണോ അവിടെ നിങ്ങൾ ജീവിക്കേണ്ടി വരുന്നത്? സാഹചര്യങ്ങൾ അങ്ങനെയാണോ അവിടെ? കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ശരീരം വെച്ച എന്നെ 22 വയസ്സെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ജീവിതം ഒരു കളിപ്പാട്ടം പോലെയാണ് വിനോദിന്. മദ്യപാനിയായ ജ്യേഷ്ഠനോടൊപ്പം ജീവിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ സൂര്യയെ തികഞ്ഞ ലാഘവത്തോടെയാണ് അവൻ ഭാര്യയായി സ്വീകരിച്ചത്. പച്ചയായ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ട് മാത്രം സൂര്യയ്ക്ക് വിനോദിന്റെ പ്രവൃത്തികളെ അനുകൂലിക്കാനാവുന്നില്ല. ഉത്തരവാദിത്വമുള്ള ഒരു ഭർത്താവിനെ, അച്ഛനെ വിനോദിൽ കണ്ടെത്താനാകുമോ? കാണാം നമുക്ക് വിനോദിന്റെ കഥ. വിനോദ് പിന്നെ ആനാട് ഇവരുടെ വീട്. അതെ. വിനോദിന്റെ വീട്? എൻ്റെ വീട്
പാലോട് പേരേത്ത. ഇപ്പം എന്ത് വർക്ക് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ കൂലിപ്പണി, തട്ടിന്റെ വീട് കെട്ടിട പണി. കെട്ടുന്ന പണിയൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, തുടർച്ചയായിട്ട് ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പം 1 മാസം കൊണ്ട് പോണില്ല. അതെന്താ പറ്റി? അത് പോവാൻ ഇഷ്ടമല്ലേ? പോവാൻ മനസ്സ് വരുന്നില്ല. മനസ്സ് വരുന്നില്ല. പോവാൻ മനസ്സ് വരുന്നില്ല. രതീഷിന്റെ അഭിപ്രായം എന്തായിരുന്നു? പിന്നെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം കുട്ടിയെന്ന് രതീഷിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, ചേട്ടാ ആ സമയത്ത് ഇത് മദ്യപിക്കുന്ന കൂട്ടത്തിലൊക്കെ പറഞ്ഞു. കാര്യം പറയും, എന്താ സംഭവിച്ചത് അന്ന്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ കൈകാര്യം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. അല്ല, ഇയാള് വിളിച്ച് പറഞ്ഞായിരുന്നു കല്യാണത്തിന് മുമ്പ്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. ചേട്ടൻ്റെ കൂടെ ചേട്ടൻ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കൂല, ചേട്ടൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ സംസാരിക്കണ കൂട്ടത്തിൽ എൻ്റെ ഫോൺ വരും. അപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ ഈ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇയാളെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ. അനിയനും അല്ല, അത് പിന്നീട് വീട്ടിൽ വന്നിട്ടാണ്. അപ്പോഴും അമ്മയോടെ പറഞ്ഞായിരുന്നു. അപ്പോഴ് ഇത് ഇത്രയും ആയ സ്ഥിതിക്ക് ഇയാളമ്മ തന്നെയാണ് നിർബന്ധിച്ച് വീട്ടിലോട്ട് പറഞ്ഞ് കെട്ടിച്ച് വിട്ടത്.